ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ലൈമൺ കട്ടാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്കായിട്ട് നമുക്ക് കൊടുത്തു വിടാം. അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് കടിയായിട്ട് കൊടുക്കാം. ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അത് എരിവുള്ള ഡയമണ്ട് കട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് മൈദ മാവ്, രണ്ടാമതായി ഗോതമ്പ് മാവ്, പിന്നെ പഞ്ചസാരപ്പൊടി, ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യ്, സോഡാപ്പൊടി, പിന്നെ ഇത് വറുത്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് കട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. അതിൽ വല്ല കട്ടയുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. ഒരു ചല്ലട ഉപയോഗിച്ച് അരിച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റൊക്കെ ആണെങ്കിൽ അരിക്കേണ്ടി വരില്ല. നമ്മൾ പൊടിച്ച് വാങ്ങുന്നതാണെങ്കിൽ ചിലപ്പോൾ അരിക്കേണ്ടി വരും. അതിനുശേഷം ഒരു ഗ്ലാസ് മൈദ മാവ് ഇട്ട് കൊടുക്കുക. ഏത് ഗ്ലാസ്സിലാണോ ഗോതമ്പ് മാവ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ മൈദ മാവും എടുക്കുക. അത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏലക്ക പൊടിച്ചതാണ്, അത് ഒരു നുള്ളിട്ട് കൊടുക്കുക. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. ഇനി അടുത്തതായി ചേർക്കേണ്ടത് പഞ്ചസാര പൊടിയാണ്. ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചതാണിത് പഞ്ചസാര. നിങ്ങൾ കപ്പാണ് എടുക്കുന്നതെങ്കിൽ കപ്പിൽ 1 കപ്പ് എടുക്കുക. മാവ് എടുത്ത അതേ അളവിന് തന്നെ നമ്മൾ പഞ്ചസാര പൊടിയും എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യാണ് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ഉരുക്കി ഒഴിക്കുക. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വരും. അത് നമുക്ക് മെൽറ്റ് ചെയ്ത് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവിലേക്ക് ആ ചൂട്ടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. നന്നായി ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. വെള്ള എള്ളാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ചിലപ്പോൾ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതുപോലെ ബൗളുകളാക്കി ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നെയ്സാകരുത്, കുറച്ച് കട്ടി വേണം. ആ രീതിയിൽ പരത്തിയെടുക്കുക. ശേഷം ഇതുപോലെ ചെറിയൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്യാം.
ഞാനിവിടെ ഏകദേശം ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പറിലോ മുറത്തിലോ ഒക്കെ ഇട്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എണ്ണയിലിടുമ്പോൾ ഒരുപാട് എണ്ണ വലിക്കില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ വയ്ക്കുക. ഫാനിൻ്റെ അടി വെച്ചാലും മതി, അല്ലെങ്കിൽ കുറച്ച് വെയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എണ്ണ നന്നായി തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡയമണ്ട് കട്ട് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കണം. അപ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ തീ കുറച്ചും കൂടി കുറയ്ക്കുക, മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ഡയമണ്ട് കട്ട് റെഡി ആയി കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല കിടിലൻ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.